നടി അർച്ചന കവിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി മാറുകയാണ്. അർച്ചന കവിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇത്രയും ദിവസമായി നടി ഇത് വെളിപ്പെടുത്താതെയും തുറന്നു പറയാതെയും ഇരുന്നത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അർച്ചനയ്ക്ക് പിന്തുണ നൽകുന്നത്. ഓരോ നടിമാരും സെറ്റിലെ നടന്ന സംഭവങ്ങൾ പലപ്പോഴായി വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴും അതൊന്നും നടന്നില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ താരത്തിന്റെ വെളിപ്പെടുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും തനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളെയും കുറിച്ചുമാണ് നടി അർച്ചന കവി വെളിപ്പെടുത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നടന്മാർക്കെതിരെ നീളുന്ന ആരോപണങ്ങൾക്കെതിരെയും പ്രതികരിച്ച് നടി അർച്ചന കവി രംഗത്തെത്തുമ്പോൾ സ്വയം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തമായി ലൈവിൽ വന്ന് യൂട്യൂബിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ലെന്ന ചിലരെക്കുറിച്ച് നമ്മൾ വിചാരിക്കും. അവരായിരിക്കും സിനിമാ സെറ്റുകളിലെ യഥാർത്ഥ തെമ്മാടികളെന്ന് അർച്ചന പറയുന്നു. സിദ്ദിഖ് സാർ അച്ഛനെ പോലെ ഉള്ളയാളാണ്. എന്നാൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ താൻ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് അർച്ചന വ്യക്തമാക്കി. സിദ്ദിഖ് സാറിനൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം കുറ്റവാളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നീട് എനിക്ക് എന്ത് വിളിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കില്ല. ഞാൻ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. അതിജീവിതയോടൊപ്പം നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെയാണ് ഏറ്റവും ശരി. അതാണ് ഏറ്റവും നല്ലതും. ഒരിക്കലും നമ്മൾ കരുതുന്നവരായിരിക്കില്ല ഇതിലൊക്കെ തന്നെയും പേരിൽ വന്നു പോകുന്നത്. അതെനിക്കറിയാം. എന്നിരുന്നാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില പേരുകളുണ്ട്. അതും എനിക്ക് വളരെയധികം അവിശ്വസനീയമായി തോന്നുന്നുവെന്നും അർച്ചന കവി രംഗത്തെത്തുന്നു. അച്ഛനെ പോലുള്ളയാളാണ്. ജോലി സ്ഥലത്ത് നല്ല അനുഭവമേ എനിക്ക് സിദ്ദിഖിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് നടി അർച്ചന കവി വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. കൂടാതെ അത്രയും തന്നെ വേദനിക്കുകയും ചെയ്തു. ഇത്ര നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ലെന്ന് ചിലരെക്കുറിച്ച് നമ്മൾ വിചാരിക്കും. അവരായിരിക്കും സിനിമാ സെറ്റുകളിലെ ശരിക്കുമുള്ള തെമ്മാടികൾ. നമ്മുടെ മനസ്സിലെ ദൗർബല്യം എന്താണെന്ന് അവർക്കറിയാമായിരിക്കും. ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുൻപായിരിക്കാം എല്ലാവരുടെ മുൻപിൽ വെച്ച് അവർ അതേക്കുറിച്ച് പറയുക. അസ്വസ്ഥത തോന്നുമെങ്കിൽ നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കണം. ഡാൻസ് മാസ്റ്റേഴ്സ് മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരിക്കും. അവരോട് ചില സംവിധായകന്മാർ പറയും ഏത് നടനും നടുമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇതുപോലെ സ്റ്റൺ മാസ്റ്റർമാരോടും പറയും. ഇത്തരത്തിൽ കയ്യിലെ മൈക്കിലൂടെ തോന്നിയതെല്ലാം തന്നെ വിളിച്ചു പറയും. ഇതൊക്കെ തങ്ങളെ ഉപദ്രവിക്കുകയാണ്. അതുപോലെ മനസ്സിലാക്കാതെയാണ് നടീനടന്മാരുണ്ടെന്നും എന്താണ് സത്യമെന്ന് അറിയാത്തവരാണ് കൂടുതൽ ഭൂരിഭാഗം പേരും എന്നും പറയുന്നു. മാനസികമായും ശാരീരികമായും എല്ലാം സാമ്പത്തികമായും ഉപദ്രവങ്ങളൊക്കെയാണ് ഇവർ ചെയ്യാറുള്ളതെന്നും പ്രത്യേകിച്ച് നടിമാർക്കാണ് ഇത് കൂടുതലെന്നാണ് അർച്ചന കവി വെളിപ്പെടുത്തുന്നത്. അർച്ചനയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അർച്ചന ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. 5-10 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളും നടന്ന കാര്യങ്ങളും എന്തിനാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്ന് ചോദിക്കുന്നവരോട് എന്റെ പ്രായത്തിലുള്ളവർ പോലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെന്നുള്ളത് വളരെയധികം അത്ഭുതമാണ്. കുട്ടികളിൽ വിവരങ്ങളാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണെന്നും ഒരു വിഷയത്തിൽ 2 വർഷമായി കുറച്ച് മോശമാണെന്ന് കരുതുക. ഇതേ വർഷം പരീക്ഷ എഴുതി ഉത്തരക്കടലാസ് കിട്ടുമ്പോൾ അതേ വിഷയത്തിൽ പരാജയപ്പെട്ടു. ടീച്ചർ പറയുകയാണ് രക്ഷിതാവിനോട് ഒപ്പിടിവിച്ചു കൊണ്ടുവരാൻ. മാർക്കിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന രക്ഷിതാവല്ല എന്നുകൂടി കരുതുക. ഒരുപാട് കുട്ടികൾ സ്വയം ഒപ്പിട്ട് കൊണ്ടുപോകുമായിരിക്കും. മറ്റു ചിലർ അത് അവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് മറന്നുപോയി ടീച്ചറോടൊന്ന് കള്ളം പറയും. എങ്കിലും ചിലർ ആ ഉത്തരക്കടലാസിൽ ഒപ്പിടുവാൻ രക്ഷിതാക്കളെ കാണിക്കും. ഇത്തരത്തിലൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അർച്ചന കവി തനിക്ക് പറ്റിയ സംഭവങ്ങളെക്കുറിച്ചും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.